വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയ ദൈവമക്കളെ, ഞാനൊരു 1.5 വർഷം മുമ്പ് കുരുത്തോല എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ അത് നിന്നുപോയി. വീണ്ടും കുഞ്ഞോല എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങിയാണ്. മക്കളെ, കുറേ കാര്യങ്ങൾ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളോടൊന്നും പങ്കുവയ്ക്കാനായിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്ന മക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? സ്വർഗത്തിലേക്ക് കേന്ദ്രീകരിച്ച, സ്വർഗത്തിലേക്ക് തിരിച്ചു വെച്ച ഡിഷാൻറ്റിനെ പോലെയാണ് നമ്മൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സ്നേഹത്തോടെ അവിടെ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതെല്ലാം അപ്പോൾ നമുക്ക് ലഭിക്കും മക്കളെ. നമ്മളുടെ പല ഡിഷാൻറ്റിനകളും പല മനുഷ്യരും തിരിച്ചു വെച്ചിരിക്കുന്നത് ലോകത്തിലേക്കാണ്, ലോകത്തിൻ്റെ കാഴ്ചകൾ കാണാൻ. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്കാണ് ഡിഷാൻറ്റിനെ തിരിച്ചു വെച്ചിരിക്കുന്നത്. അതിനാൽ സ്വർഗത്തിൽ നിന്നുള്ള പ്രക്ഷേപണം അവന് ലഭിക്കും. അങ്ങനെ എനിക്ക് ലഭിച്ച ചില ബോധ്യങ്ങളും ചില കാര്യങ്ങളും എൻ്റെ പ്രിയ മക്കളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ പരസ്പരം കൂട്ടുകാർ ഷെയർ ചെയ്യുന്ന പോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ മക്കളെ, എൻ്റെ അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി കഥകൾ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്, കുറേ കഥകൾ. അപ്പോൾ അതൊക്കെ പറയണം, കേൾക്കാനായിട്ട് ചെവിയുള്ള ഒത്തിരി പേരുണ്ട്, ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. അവരോട് കഥകൾ പറയണം. ഇതൊക്കെയാണ് എൻ്റെ വലിയ ഒരാഗ്രഹം, സ്വപ്നം. അതിനുവേണ്ടിയാണ് സമയം കണ്ടെത്തും ഞാൻ. ഇത്രയും നാൾ പല തിരക്കുകളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഒരു ആദിവാസി സഹോദരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത്, അവിടെ അവർ ചെന്നായയെ പിടിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ചെന്നായയെ പിടിക്കുക. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെന്നായ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പം നമുക്കിവിടെ കോഴി, ആട് ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ അവർക്ക് ചെന്നായ ഇറച്ചി വലിയ ഇഷ്ടമാണ്. അപ്പം അവരെന്ത് ചെയ്യും? ചെന്നായയെ പിടിക്കാൻ വേണ്ടി അവർ രാത്രി സന്ധ്യാസമയത്ത് അവർ മൂർച്ചയുള്ളൊരു കുന്തത്തിൽ ഉണക്കിയ കോഴിയിറച്ചി ചുറ്റി വയ്ക്കും. ബ്ലേഡ് പോലെ ഉള്ള മൂർച്ചയേറിയ കുന്തമായിരിക്കും. അതിൽ ഉണക്കിയിറച്ചി, കോഴിയുടെയോ അല്ലെങ്കിൽ പോത്തിൻ്റെയോ ഒക്കെ ഇറച്ചി ചുറ്റി വയ്ക്കും. അപ്പം ഇതിൻ്റെ ഒരു വലിയ കൊതിയൂറുന്ന ആ ഗന്ധം, അതിൻ്റെ ആ മണം കേട്ട് രാത്രികളിൽ ചെന്നായി വന്ന് അത് തിന്നുന്ന സമയത്ത് ആ ഇറച്ചി തിന്നു കഴിഞ്ഞ് അതുങ്ങൾ ആ ലഹരി പിടിച്ചിരിക്കുമ്പോൾ അതുങ്ങൾ അറിയാതെ അവർ തിന്നുമ്പോൾ അവരുടെ വായ പൊട്ടി പിന്നീട് അവർ കഴിക്കുന്നത് അവരുടെ തന്നെ ചോരയാണ്. മനസ്സിലായ മക്കളെ? അപ്പോൾ ഇറച്ചി തീർന്നിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് ആ മൂർച്ചേറിയ ആ കുന്തത്തിൻ്റെ ആ മുന കൊണ്ട് അവരുടെ വായ നന്നായിട്ട് കീറും. പിന്നെ അവർ കുടിക്കുന്ന അവരുടെ സ്വന്തം ചോരയാണ്. അവസാനം പിന്നീട് അവർ ബോധം നഷ്ടപ്പെട്ട് അവിടെ വീഴുകയാണ്. അപ്പോഴാണ് ഇവർ വേഗം വന്ന്, ഈ ആദിവാസി സഹോദരങ്ങൾ വേഗം വന്നിട്ട് ആ ചെന്നായെ എടുത്തുകൊണ്ടുപോയി അവർ കൊന്ന് എല്ലാവരും കൂടി പാചകം ചെയ്യും. മക്കളെ, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുമക്കളെ, നമ്മൾ അറിയാതെ ഈ ലോകം, സാത്താൻ, ശരീരം, ഇതാണ് നമ്മുടെ ത്രിവിധ ശത്രുക്കൾ. ഇവ നമ്മളെ കെണിയിൽ വീഴ്ത്തും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴിയിറച്ചി വയ്ക്കുന്ന പോലെ ചില
ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ വെക്കും. നമ്മളറിയാതെ അത് രുചിച്ച് അവസാനം അത് നമ്മളെ തന്നെ നശിപ്പിക്കും, നമ്മളെ തന്നെ അത് കൊന്നൊടുക്കും, നമ്മളെ തന്നെ അടിമയാക്കും. നമ്മളറിയാതെ ലഹരി പിടിച്ച് ചില തെറ്റായ ബന്ധങ്ങളാകാം, ചില ദുശീലങ്ങളാകാം, ചില പാപ സ്വഭാവങ്ങളാകാം. അങ്ങനെ നമ്മൾ ഈ ഒരു ആദിവാസി സഹോദരങ്ങളെ ഈ കോഴിയിറച്ചി വെച്ച് കുറുക്കനെ പിടിക്കണ പോലെ ഈ ലോകവും ശരീരവും സാത്താനും നമ്മളെ ഇപ്രകാരം കോഴിയിറച്ചി പോലെ രുചികരമായ പലതും നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മളെ കെണിയൊരുക്കും, നമ്മളെ നശിപ്പിക്കും. അത് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാകും. നമ്മുടെ ജീവിതം വലിയ ദുരിതപൂർണമായിട്ട് മാറും. അതിനെ ഒന്നും നമ്മളെ അടിമപ്പെടുത്താൻ നമ്മൾ സമ്മതിക്കരുത്. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. താങ്ക് യു മക്കളെ. ഗോഡ് ബ്ലെസ് യു.